എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? ചിരിക്കാത്തതാണ് ലോകത്തിൻ്റെ ശാപം. പക്ഷെ 1991 ഗൾഫ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ ചിരിയോടെ ദുരന്തങ്ങളെ നേരിടാൻ കേരളക്കരയാകെ സന്നദ്ധമാക്കിയ ഒരു ചിത്രം മലയാളികൾക്കുണ്ടായിരുന്നു. ഇൻ ഹരിഹർ നഗർ. റാംജി റാവു സ്പീക്കിംഗ് റിലീസായ ശേഷം, ചരിത്രം കുറിച്ച വിജയമായ ശേഷം അടുത്ത ചിത്രത്തിന് ഒരു നിർമ്മാതാവിനെ കിട്ടാതെ സിദ്ദിഖും ലാലും സങ്കടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? സംഗതി സത്യമാണ്. 1989 ഓണത്തിന് 3 ആഴ്ചകൾ ബാക്കിയുള്ളപ്പോഴാണ് കേരളത്തിൽ റാംജി റാവു സ്പീക്കിംഗ് റിലീസായത്. കൊട്ടും കുരവയും ആർഭാടവും ഇല്ലാതെ എത്തിയ ഒരു കൊച്ചു ചിത്രം. ഓണത്തിന് ആഴ്ചകൾ മാത്രമുള്ളപ്പോൾ ഒരു ചിത്രം റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തിയേറ്ററുകളുടെയും വിതരണക്കാരുടെയും ഭാഷയിൽ ഉത്സവ ചിത്രങ്ങൾ എത്തുന്നതിനുള്ള ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നതിനാണ് ഇത്തരം ചിത്രങ്ങൾ വിതരണത്തിന് എടുക്കുന്നത്. ഹോൾഡ് ഓവർ ആയാലും ഇല്ലെങ്കിലും ഉത്സവ റിലീസ് ചിത്രം എത്തുന്ന ദിവസം തന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന പടത്തിൻ്റെ പ്രദർശനം അവസാനിപ്പിക്കുമെന്ന കാര്യം കരാറിൽ പ്രത്യേകം പറഞ്ഞിരിക്കും. പക്ഷേ 1989 ഓണക്കാലത്ത് റാംജി റാവു തിയേറ്ററുകാരുടെയും വിതരണക്കാരുടെയും എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു കളഞ്ഞു. ആദ്യ ദിനങ്ങളിൽ ആരും തിരിഞ്ഞു നോക്കാതെയിരുന്ന സിനിമ ഓണം എത്തുന്നതിന് മുമ്പ് തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു. അങ്ങനെ റാംജി റാവുവിനൊപ്പം സിദ്ദിഖ് ലാലുമാരും പ്രശസ്തരായി. ഈ ചെറുപ്പക്കാർ സമർത്ഥരാണെന്ന് സകലരും കൈയടിച്ചു പറഞ്ഞു. എങ്കിലും സിദ്ദിഖ് ലാലുമാർക്ക് രണ്ടാമതൊരു പ്രൊഡ്യൂസറെ കിട്ടിയില്ല. സിനിമയുടെ ചരിത്രത്തിൽ അസാധാരണ സംഭവമാണിത്. കാരണം സാധാരണ ഒരു ചിത്രം ഹിറ്റായാൽ അതിൻ്റെ ശില്പികൾക്ക് പിന്നാലെ പായുകയാണ് സിനിമയുടെ രീതി. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ബ്രദേഴ്സ് ഹോട്ടലിലെ 16-ാം നമ്പർ സങ്കേതത്തിൽ സിദ്ദിഖും ലാലും സങ്കടപ്പെട്ടിരുന്നു. ഇതിനിടയിൽ കഥകൾ പലതും സിദ്ദിഖും ലാലും ആലോചിച്ചിരുന്നു. പക്ഷെ കഥകളിലൊന്നും അവർക്ക് വേണ്ടത്ര വിശ്വാസമില്ലായിരുന്നു. കാരണം റാംജി റാവുവിൻ്റെ വിജയം സന്തോഷത്തെക്കാൾ ഭാരമുള്ളതാണെന്ന് സിദ്ദിഖും ലാലും മനസ്സിലാക്കിയിരുന്നു. റാംജി റാവുവിൻ്റെ തമിഴ് പതിപ്പായ അരങ്ങേറ്റ വേളയുടെ വർക്കും കൂടി തീർന്നപ്പോൾ ഒന്നും ചെയ്യുവാനില്ലാത്ത അവസ്ഥയിലായി. ആ സമയത്ത് സംവിധായകൻ ഫാസിൽ സിദ്ദിഖിനെയും ലാലിനെയും വിളിച്ച് ഒരു കാര്യം പറഞ്ഞു. എൻ്റെ സഹോദരൻ ഖയസിനും നിർമ്മാതാവും വിതരണക്കാരനുമായ ഔസേപ്പച്ചൻ്റെ സഹോദരൻ കുര്യച്ചനും ഒരാഗ്രഹം, ഒരു സിനിമ നിർമ്മിക്കണം. 2 പേരും വിദേശത്താണ്. പടം ചെയ്യാൻ നിങ്ങളെയല്ല അവർ നോക്കിയത്. പക്ഷെ ഞാൻ നിർബന്ധിച്ചപ്പോൾ അവർ സമ്മതിച്ചു. അങ്ങനെ സിദ്ദിഖും ലാലും സന്തോഷത്തോടെ ഫാസിലിൻ്റെ നിർദ്ദേശം സ്വീകരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ ഫാസിലിൻ്റെ ഫോൺ വന്നു. മോഹൻപ്രിയ കമ്പൈൻസ് എന്ന പേരിൽ ഒരു ചലച്ചിത്ര വിതരണ കമ്പനി രജിസ്റ്റർ ചെയ്യുമെന്നും ചിത്രത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുവാൻ നിർമ്മാതാവ് കുര്യച്ചൻ ഗൾഫിൽ നിന്നും എത്തുന്നുണ്ടെന്നും ഫാസിൽ അവരെ അറിയിച്ചു. ഇതനുസരിച്ച് കുര്യച്ചനെ കാണാൻ സിദ്ദിഖും ലാലും തയ്യാറായിരുന്നു. ആലപ്പുഴ ബ്രദേഴ്സിൽ പറഞ്ഞ ദിവസം തന്നെ കുര്യൻ വന്നു. അഡ്വാൻസ് നൽകി. സംഗതി അതോടെ മുറുകി. കുര്യച്ചനും ഖയസും ഖത്തറിലായിരുന്നതിനാൽ അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ചുമതലയും മറ്റും അവർ ഫാസിലിനെ ഏൽപ്പിച്ചു. കേരളത്തിലെ പ്രേക്ഷകരുടെ മനഃശാസ്ത്രമനുസരിച്ച് ഏതു ചിരി സിനിമയ്ക്കും ഒരു കഥ വേണം. ആ കഥ മൊത്തം സിനിമയുടെ നിഴലായി കിടക്കുകയും വേണം. ഇതൊക്കെ മാനദണ്ഡമാക്കിക്കൊണ്ട് പുതിയ കഥ ചിന്തിച്ചു. ആദ്യം തന്നെ റിയലിസ്റ്റിക് കഥ ആകരുതെന്നും ആ സിനിമയ്ക്ക് റാംജി റാവുമായി യാതൊരു ബന്ധവും പാടില്ലെന്നും തീരുമാനിച്ചു. അങ്ങനെ കഥയുണ്ടാക്കാൻ തീരുമാനിച്ച സിദ്ദിഖ് ലാലിൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തിയത് ഫ്രഞ്ച് മൂവി സീരീസുകളായ ക്രേസി ബോയ്സ് ആണ്. ഈ സിനിമകൾക്കൊന്നും തന്നെ പ്രത്യേകിച്ച് കഥകളുണ്ടാവില്ല. ചിരിക്കാൻ വേണ്ടി മാത്രമുള്ള കഥകളും കഥാപാത്രങ്ങളും ആകുമുണ്ടാകുക. അത്തരമൊരു കഥ നോക്കാം. എങ്കിലും കാലത്തെ അതിജീവിക്കണമെങ്കിൽ സിനിമയ്ക്ക് തമാശകളിലുപരി ആഴമുള്ള കഥാതന്തു വേണം. അതുകൊണ്ട് തമാശയും മേന്മയും ഒത്തൊരുമിക്കുന്ന ഒരു കഥയിലേക്ക് പോകാമെന്ന് അവർ ഉറപ്പിച്ചു. ഒരു കോളനിയിലെ 4 ചെറുപ്പക്കാർ, 4 പേരും സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലെ പിള്ളേർ. അവരുടെ ജീവിതത്തിലേക്ക് ഓരോ പെൺകുട്ടികൾ കടന്നു വരുന്നു. എല്ലാ ചെറുപ്പക്കാരും 20-നും 25-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. ഒരുതരം അരപിരിയന്മാർ. ഇങ്ങനെയാണ് കഥയ്ക്ക് സിദ്ദിഖ് ലാലുമാർ രൂപം നൽകിയത്. കഥ ഒരു നിഴൽ പോലെ ഉണ്ടാകുമെങ്കിലും സംഭവങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം. ഈ കഥ സിനിമയിലെ വേണ്ടപ്പെട്ടവരുമായി സിദ്ദിഖ് ലാൽ ചർച്ച ചെയ്തു. എന്നാൽ ഇങ്ങനെയും ഒരു കഥയില്ലാ കഥയോ എന്നാണ് അവരിൽ പലരും ചോദിച്ചത്. അവർ പറഞ്ഞ പ്രധാന പരാതി ഇതിലൊരു നായകനില്ല എന്നതാണ്. സൂപ്പർ സ്റ്റാറുകളെ മാത്രം കണ്ടു പരിചയിച്ച സിനിമാക്കാർക്ക് സിദ്ദിഖ് ലാലിൻ്റെ ഈ കഥയോട് താല്പര്യം തോന്നാഞ്ഞത് സ്വാഭാവികം.
വളരെ വ്യത്യസ്തമായൊരു കഥയായിരിക്കും ഇതെന്ന് അവർ ആദ്യം തന്നെ നിശ്ചയിച്ചു. അപ്പച്ചൻ സ്വർഗചിത്ര എന്ന പേരിൽ തന്നെ ഒരു വിതരണ കമ്പനിയും തുടങ്ങാൻ തീരുമാനിച്ച സമയമായിരുന്നു അത്. നിർമ്മാതാവ് എന്ന നിലയിൽ ഫാസിലിനെ സംവിധായകനാക്കി എൻ്റെ സൂര്യപുത്രയ്ക്ക് എന്നൊരു ചിത്രവും അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നു. അപ്പച്ചൻ തങ്ങളുടെ സിനിമ വിതരണം ചെയ്തുകൊണ്ടാണ് പുതിയ വിതരണ കമ്പനി ആരംഭിക്കുന്നത് എന്ന് കേട്ടപ്പോൾ സിദ്ദിഖ് ലാലിന് മനസ്സിൽ ഭയമായി. അത് സ്വാഭാവികമാണ്. പുതിയ സംവിധായകരുടെ രണ്ടാമത്തെ ചിത്രം വിതരണം ചെയ്യുമ്പോൾ എന്തും സംഭവിക്കാമല്ലോ. ഇതായിരുന്നു സിദ്ദിഖിൻ്റെയും ലാലിൻ്റെയും പ്രശ്നം. എന്നാൽ അപ്പച്ചൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഇതിനിടയിൽ സംവിധായകർ തങ്ങളുടെ കഥ കേട്ടിട്ട് ഓരോരുത്തരും പറഞ്ഞ അഭിപ്രായത്തെ വിലയിരുത്താൻ തുടങ്ങി. ആ വിലയിരുത്തലിൽ അവർക്കൊരു കാര്യം ബോധ്യമായി: കഥയ്ക്ക് വേണ്ടത്ര മുറുക്കമില്ല. അങ്ങനെ 2 പുതിയ കഥാപാത്രങ്ങളെ കൂടി കഥയിൽ ഉൾപ്പെടുത്തി. ഇതിലൊരാൾക്ക് സായികുമാറിൻ്റെയും മറ്റേ ആൾക്ക് സുരേഷ് ഗോപിയുടെയും മുഖമാണ് ചേരുക എന്നവർക്ക് തോന്നി. 4 പിള്ളേർക്കൊപ്പം ഇവരെ വെച്ച് ഒരു പാരലൽ ട്രാക്കും കഥയിൽ ചിട്ടപ്പെടുത്തി. ഇവരിലൂടെ മറ്റൊരു കഥ പറഞ്ഞു കൊണ്ടുവന്ന് ഏതാണ്ട് മധ്യത്തിലെത്തുമ്പോൾ പിള്ളേരുടെ കഥയുമായി കൂട്ടിയോജിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു. ഇങ്ങനെ ആലോചിച്ച് ഉറപ്പിച്ച ശേഷം സിദ്ദിഖും ലാലും ആലപ്പുഴ ബ്രദേഴ്സിൽ തന്നെ തിരിച്ചു വന്നു. 1990 ചിങ്ങം 1 ചിത്രീകരണം ആരംഭിക്കാം എന്ന തീരുമാനത്തിൽ തിരക്കഥ എഴുത്ത് പുരോഗമിച്ചു. ഇതിനിടയിൽ മുകേഷ്, ജഗദീഷ്, അശോകൻ, ജയറാം, സുരേഷ് ഗോപി തുടങ്ങിയ താരങ്ങളെയും തീരുമാനിച്ചു. നായികയായി തീരുമാനിച്ചിരുന്നത് കണ്ണൂരിൽ നിന്നുള്ള മായ എന്ന പെൺകുട്ടിയായിരുന്നു. മായ അക്കൊല്ലത്തെ കലാതിലകമായിരുന്നു. അപ്പോൾ നല്ലൊരു വേഷം കൊടുക്കാൻ തീരുമാനിച്ചു. ചിത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു ആലപ്പി അഷ്റഫ്. സംവിധായകരുടെ നിർദ്ദേശാനുസരണം താരങ്ങളെയൊക്കെ അഷ്റഫ് ബുക്ക് ചെയ്തു. നിശ്ചയിച്ചവരിൽ ജയറാമിൻ്റെ മാത്രം ഡേറ്റ് ശരിയായില്ല. റാംജി റാവുൽ അഭിനയിക്കാനും ജയറാമിനെ ക്ഷണിച്ചതാണ്. അപ്പോഴും തിരക്ക് കാരണം ജയറാമിന് അഭിനയിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും അത് തന്നെ സംഭവിച്ചു. തുടക്കത്തിൽ മുകേഷിനെ മഹാദേവനായും ജഗദീഷിനെ അപ്പുകുട്ടനായും സംവിധായകൻ ഫാസിലിൻ്റെ അടുത്ത ബന്ധുവായ അപ്പഹാജയെ തോമസ് കുട്ടിയായും അശോകനെ ഗോവിന്ദൻ കുട്ടിയായും നിശ്ചയിക്കാൻ സിദ്ദിഖും ലാലും തീരുമാനിച്ചിരുന്നു. ആ സമയത്ത് സംവിധായകർക്ക് ഫോൺ ഇല്ലാതിരുന്നതിനാൽ അഭിനേതാക്കളോട് സംസാരിക്കാനും അവരുടെ ഡേറ്റുകൾ ബുക്ക് ചെയ്യാനും ആലപ്പി അഷ്റഫിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അതിനിടയിൽ അഷ്റഫിനോട് പലരും പറഞ്ഞു, ജഗദീഷിനെ വിളിക്കുന്നത് ആലോചിച്ച് വേണം. കാരണം സമയമാകുമ്പോൾ ജഗദീഷിനെ കിട്ടിയെന്ന് വരില്ല. അത്ര തിരക്കാണ് അയാൾക്ക്. ഓടി നടന്ന് അഭിനയിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സംവിധായകർക്കും സംഗതി ശരിയാണെന്ന് തോന്നി. എന്തായാലും ഒരു റിസ്ക് വേണ്ട. പകരം ഒരു പുതുമുഖത്തിന് ജഗദീഷിന് വച്ചിരുന്ന കഥാപാത്രം നൽകുവാൻ തീരുമാനിച്ചു. അങ്ങനെ നടൻ സിദ്ദിഖിന് അപ്പുക്കുട്ടൻ്റെ വേഷം നൽകാമെന്ന് ധാരണയായി. മിമിക്രി കലാകാരനായിരുന്ന സിദ്ദിഖ് അതുവരെ ചില സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹകനായിരുന്ന വേണുവുമായി ചർച്ച നടത്തുന്നതിനായി സിദ്ദിഖ് ലാൽ സഖ്യം തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വച്ച് അപ്രതീക്ഷിതമായി അവർ ജഗദീഷിനെ കണ്ടുമുട്ടുകയും എന്തുകൊണ്ടാണ് അപ്പുക്കുട്ടൻ്റെ വേഷം നിരസിച്ചതെന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. എനിക്ക് തിരക്കാണെന്ന് ഏതൊക്കെയോ ശത്രുക്കൾ പറഞ്ഞു പരത്തിയതാണ്. എന്തു സംഭവിച്ചാലും സമയത്തിന് ഞാൻ ലൊക്കേഷനിൽ ഉണ്ടാകും. ഇത് ജഗദീഷ് തീർത്തു പറഞ്ഞു. സിദ്ദിഖ് ലാൽ ആകെ അവതാളത്തിലായി. സിദ്ദിഖിനോട് ഇനി എന്തു പറയും? ജഗദീഷിനെയും ഒഴിവാക്കാൻ കഴിയില്ല. മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന സിനിമയ്ക്ക് ഡയലോഗ് എഴുതാൻ ജഗദീഷ് വന്നത് മുതൽക്കുള്ള ബന്ധമാണ്. അങ്ങനെ സിദ്ദിഖ് ലാലിൻ്റെ നിർദ്ദേശത്തിൽ ജഗദീഷ് സംവിധായകൻ ഫാസിലിനെ വിളിച്ചു. കാര്യങ്ങൾ ധരിപ്പിച്ചു. ഫാസിൽ ആ നിമിഷം തന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറെ വിളിച്ച് ശകാരിച്ചു. അപ്പുക്കുട്ടൻ്റെ വേഷം ജഗദീഷിനും ഗോവിന്ദൻകുട്ടിയുടെ വേഷം സിദ്ദിഖിനും നൽകി ആ പ്രശ്നം തീർത്തു. അപ്പഹാജയ്ക്കായി ചെറിയാൻ എന്ന പുതിയൊരു കഥാപാത്രത്തെ കൂടി പിന്നീട് രൂപപ്പെടുത്തിയെടുത്തു. സിദ്ദിഖും ലാലും തങ്ങളുടെ മിമിക്സ് പരേഡ് കാലത്ത് കാലില്ലാ കോലങ്ങൾ എന്നൊരു കഥ തയ്യാറാക്കിയിരുന്നു. ആ കഥയിൽ ഹോനായി എന്നു പേരുള്ള ഒരു പ്രൊഫഷണൽ കൊലയാളിയുടെ കഥാപാത്രമുണ്ടായിരുന്നു. പിന്നീട് ശ്രീനിവാസനാണ് ഈ കഥ വികസിപ്പിച്ച് നാടോടിക്കാറ്റ് എന്ന സിനിമയാക്കിയത്. ശ്രീനിവാസൻ എഴുതിയപ്പോൾ ഈ പ്രൊഫഷണൽ കൊലയാളിയുടെ പേര് പവനായി എന്ന് മാറ്റുകയുണ്ടായി. അതിനാൽ ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിലെ വില്ലൻ്റെ പേര് സിദ്ദിഖ് ലാൽ കാലില്ലാ കോലങ്ങളിൽ നിന്നെടുത്തു, ജോൺ ഹോനായി. ജോൺ ഹോനായി എന്ന പ്രധാന വില്ലനെ അവതരിപ്പിക്കുവാൻ സംവിധായകർ ആദ്യം നിശ്ചയിച്ചിരുന്നത് രഘുവരനെയാണ്. എന്നാൽ ഏതാണ്ട് അതേ സമയത്ത് അദ്ദേഹത്തിന് സംഗീത് ശിവൻ്റെ വ്യൂഹം എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിക്കാൻ ഓഫർ ലഭിച്ചു. തുടർന്ന് രഘുവരൻ തനിക്ക് വില്ലനാകാൻ താല്പര്യമില്ലെന്ന് സിദ്ദിഖ് ലാലുമാരെ അറിയിച്ചു.
പകരം ആൾ വേണമല്ലോ. അതിനി എവിടെ പോകും? ഈ വില്ലന് ഒരു വേറിട്ട മുഖം വേണം. കുറേ അന്വേഷിച്ചിട്ടും സംവിധായകർക്ക് തൃപ്തി വരുന്ന ആരെയും കണ്ടെത്താനായില്ല. ഒരുപാട് അലഞ്ഞ ശേഷം TV താരമായ മഹേഷ് ആനന്ദിനെ വില്ലനാക്കിയാൽ എന്തെന്ന് വരെ അവർ ആലോചിച്ചു. ആലോചനകൾ പുരോഗമിക്കുമ്പോൾ സംവിധായകനും തിരക്കഥാകൃത്തുമായ അൻസർ കലാഭവൻ ഒരാളെയും കൊണ്ട് സിദ്ദിഖ് ലാലിൻ്റെ അടുത്തെത്തി. ഷാജി കൈലാസിൻ്റെ ഡോക്ടർ പശുപതി എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ച റിസബാവയായിരുന്നു അത്. റിസബാവയെ കണ്ടപ്പോൾ തന്നെ സിദ്ദിഖ് ലാലിന് ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലും ഒരു ചാൻസ് നൽകണമെന്ന് പറഞ്ഞിട്ടാണ് അൻസർ റിസബാവയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നത്. റിസബാവയെ പറഞ്ഞു വിട്ട ശേഷം അൻസാറിനെ വിളിച്ച് സിദ്ദിഖ് പറഞ്ഞു, എനിക്ക് പയ്യനെ ഇഷ്ടമായി. പക്ഷെ അയാൾ ഒരു ചിത്രത്തിൽ നായകനായി അഭിനയിച്ചതാണല്ലോ. അതുകൊണ്ട് നമ്മുടെ പടത്തിൽ വില്ലനാകുന്നതിനോട് യോജിപ്പുണ്ടാകുമോ? ഒരു വൈമനസ്യവുമില്ല. അയാൾ തയ്യാറാണെന്ന് അൻസർ അറിയിച്ചു. എങ്കിലും റിസബാവയ്ക്ക് ഒരു മാനസിക വിഷമമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൂടാ. കോസ്റ്റ്യൂമർ വേലായുധൻ കീഴത്തെ വിളിച്ച് റിസബാവയ്ക്കുള്ള കോസ്റ്റ്യൂം സിദ്ദിഖ് ലാൽ ഓർഡർ ചെയ്തു. പിന്നീട് മേക്കപ്പ് ടെസ്റ്റ് നടത്തി. 3 പീസ് സ്യൂട്ടിട്ട് വന്നപ്പോൾ നല്ല എടുപ്പ്. അയാളുടെ മീശ കൂടി എടുത്തപ്പോൾ സംഭവം ഉഗ്രൻ. എന്നിട്ട് റിസബാവയും കൊണ്ട് സിദ്ദിഖ് ലാലുമാർ എറണാകുളം നഗരം മൊത്തം ഒന്ന് ചുറ്റി. ഒരു കണ്ണട വാങ്ങാനായിരുന്നു ഈ ചുറ്റൽ. കാരണം ആദ്യം റിസബാവയ്ക്ക് ഒരു കോണ്ടാക്ട് ലെൻസ് നൽകാനാണ് സംവിധായകർ തീരുമാനിച്ചത്. എന്നാൽ കോണ്ടാക്ട് ലെൻസ് റിസബാവയ്ക്ക് ചേരുന്നില്ല. അതുകൊണ്ടാണ് പ്രത്യേക തരത്തിലുള്ള ഒരു കണ്ണടയ്ക്ക് വേണ്ടി അവർ അലഞ്ഞത്. ഒടുവിൽ എറണാകുളത്തെ ഒരു ഒപ്റ്റിക്കൽ ഷോറൂമിൽ നിന്ന് ജോൺ ഹോനായിക്ക് വേണ്ട കണ്ണട കിട്ടി. 3 പീസ് സ്യൂട്ടും കണ്ണടയും വച്ച് റിസയെ കണ്ടപ്പോൾ നല്ല അസൽ ഒരു വില്ലനായി. ബോംബെയിൽ നിന്ന് കേരളത്തിലെത്തുന്ന സൗമ്യനായ ക്രൂരൻ ജോൺ ഹോനായി ആയി അയാൾ മാറി. താരനിർണയം നടക്കുന്നതിനിടയിൽ തിരക്കഥ എഴുത്ത് പൂർണ്ണമായി. പൂർത്തിയാക്കിയ തിരക്കഥ ഈ ചിത്രവുമായി സഹകരിക്കുന്ന പ്രധാനപ്പെട്ടവരെയെല്ലാം കാണിച്ചു. കഥ വായിച്ച ആർക്കും തന്നെ കഥ പറഞ്ഞ രീതി ഇഷ്ടമായില്ല. ഇങ്ങനെയൊരു തിരക്കഥയെ മലയാളികൾ സ്വീകരിക്കണമെന്നില്ലെന്നായിരുന്നു മിക്കവരുടെയും അഭിപ്രായം. ആകെ പ്രയാസത്തിലായ സിദ്ദിഖ് ലാലുമാർ വിശദമായി ആലോചിച്ചു. ഒടുവിൽ ഫാസിലിൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാം എന്നവർ നിശ്ചയിച്ചു. ഫാസിലിനെ തിരക്കഥ കാണിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ടെൻഷൻ കൊടുമ്പിരി കൊള്ളുകയായിരുന്നു. 3 മാസത്തെ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലമാണ് തങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അത് കൊള്ളില്ല എന്നൊരു അഭിപ്രായം വന്നാലോ? ഫാസിൽ തിരക്കഥ വായിച്ചിട്ട് ചോദിച്ചു, കുറേ കൂടി നന്നാക്കിക്കൂടെ? നന്നാക്കാം എന്ന് മറുപടി കൊടുത്തിട്ട് തിരക്കഥയും വാങ്ങി അവർ മയൂര പാർക്കിലിരുന്നു. കഥയിൽ ചില വ്യത്യാസങ്ങൾ വരുത്തി. ഇതിനിടയിൽ ആലപ്പി അഷ്റഫിൻ്റെ ഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. ഷൂട്ടിംഗ് ഫിക്സ് ചെയ്തിരിക്കുന്ന സമയത്തിന് നടക്കുമോ എന്നതായിരുന്നു അഷ്റഫിൻ്റെ സംശയം. ഒടുവിൽ അഷ്റഫിനോട് സിദ്ദിഖ് ലാലുമാർ പറഞ്ഞു, ഷൂട്ടിംഗ് മാറ്റിവെച്ചേക്കാം, താരങ്ങളുടെ ഡേറ്റൊക്കെ മാറ്റിവെച്ചുകൊള്ളൂ. എന്നിട്ട് രഹസ്യമായി ഒരു സ്ഥലത്തിരുന്ന് സംവിധായകർ തിരക്കഥ മാറ്റി എഴുതുന്ന ജോലി ആരംഭിച്ചു. മാറ്റി എഴുത്തിന് 3 മാസം എടുത്തു. സിദ്ദിഖ് ലാൽ സിനിമകളിലെ ഏറ്റവും പ്രധാന ഘടകമാണല്ലോ തിരക്കഥ. അവർ സാവധാനം ഇരുന്ന് എഴുതി. എന്നിട്ട് ചിങ്ങം 1 ഷൂട്ടിംഗ് തുടങ്ങാൻ വീണ്ടും പ്ലാൻ ചെയ്തു. തിരക്കഥ പൂർത്തിയാക്കിയ ഉടനെ തന്നെ അവർ മദ്രാസിലുള്ള ഫാസിലിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. അവിടെ ചെന്ന് തിരക്കഥ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം വായിച്ചിട്ട് ഒറ്റ വാക്കിലാണ് മറുപടി നൽകിയത്, എക്സലൻറ്റ്. സിദ്ദിഖിനും ലാലിനും സമാധാനമായി. എന്നിട്ട് കണ്ണൂരിലുള്ള മായ എന്ന നായികയെ അന്വേഷിക്കുവാൻ ആലപ്പി അഷ്റഫിനെ വിളിച്ചു പറഞ്ഞു. ഉടനെ തന്നെ അഷ്റഫ് തിരിച്ചു വിളിച്ചു. മായ പരീക്ഷ കാരണം അഭിനയിക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. അന്നേരം ഫാസിൽ ഒരു വഴി പറഞ്ഞു കൊടുത്തു. രാജഗോകുല എന്ന പഴയ താരത്തിൻ്റെ സഹോദരി മീന എന്നൊരു കുട്ടിയുണ്ട്. അഭിനയിക്കാൻ തയ്യാറായിരിക്കുകയാണ് മീന. അതനുസരിച്ച് സിദ്ദിഖ് ഫോണിൽ വിളിച്ച് അവരുടെ വീട്ടിൽ വരാമെന്നും പറഞ്ഞു. പിറ്റേന്ന് പ്രഭാതത്തിൽ അറിയുന്നു, ഇന്ന് മദ്രാസ് നഗരം നിശ്ചലമാണ്, ബന്ദാണ്. സിദ്ദിഖ് ലാലിൻ്റെ പരിപാടികളൊക്കെ തകിടം മറിഞ്ഞു. അവർ യാത്ര മാറ്റിവെച്ചു. ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കുമ്പോൾ നടി രേവതി യാദൃശ്ചികമായി ഫാസിലിനെ ഫോണിൽ വിളിച്ചു. കാര്യം ഇതാണ്, അടുത്ത ബന്ധുവായ ഒരു കുട്ടിയുണ്ട്, അതിന് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. ഫാസിൽ ടെലിഫോൺ സിദ്ദിഖിൻ്റെ കയ്യിൽ കൊടുത്തു. സിദ്ദിഖ് രേവതിയോട് സംസാരിച്ചു. നാളെ തന്നെ വന്ന് കുട്ടിയെ കാണാമെന്നും ഉറപ്പ് കൊടുത്തു. അതനുസരിച്ച് പിറ്റേന്ന് അവർ ചെന്നു. ഗീതാ വിജയൻ എന്നാണ് കുട്ടിയുടെ പേര്. കാണാൻ നല്ല കുട്ടി മാത്രമല്ല, പ്രായം കഥാപാത്രത്തിന് പറ്റിയതുകൂടിയാണ്. രണ്ടാമതൊന്നും ആലോചിക്കാതെ ഗീതയെ നായികയായി തീരുമാനിച്ചു. അവരുടെ കുറേ ഫോട്ടോകളും വീഡിയോകളും എടുത്തു. ഫാസിലിൻ്റെ വീട്ടിലെത്തി വീഡിയോ കാണിക്കുമ്പോൾ ഫാസിലിനും കുട്ടിയെ സമ്മതമാണ്.
അങ്ങനെ മീനയ്ക്ക് അവസരം നഷ്ടമായി. എന്നാൽ ഈ ചിത്രത്തിൻ്റെ ആദ്യ ഹിന്ദി പതിപ്പിൽ നായികയായത് മീന തന്നെയാണ്. ഇതിനിടയിൽ ചിത്രത്തിന് പേരിട്ടു, മാരത്തോൺ. ഒന്നുകൂടി ആലോചിച്ചപ്പോൾ ആ പേര് ശരിയാകില്ലെന്ന് തോന്നി. പിറ്റേന്ന് തന്നെ പേര് മാറ്റി, ഇൻ ഹരിഹർ നഗർ എന്ന പേരിട്ടു. ഫിലോമിന, പറവൂർ ഭരതൻ തുടങ്ങിയവരും എത്തിച്ചേർന്നു. അങ്ങനെ ചിങ്ങം 1 തന്നെ കൊച്ചിയിൽ ഷൂട്ടിംഗ് ആരംഭിച്ചു. ഫോർട്ട് കൊച്ചിയിലുള്ള ഹോട്ടൽ സീ കിങ്ങിലാണ് യൂണിറ്റ് ക്യാമ്പ് ചെയ്തത്. വേണുവിനെ ക്യാമറാമാനായും മണി സുചിത്രയെ കലാസംവിധായകനായും തീരുമാനിച്ചു. ആദ്യത്തെ ഷോട്ട് എടുക്കാൻ നിശ്ചയിച്ചത് ഗീതാ വിജയൻ്റെയാണ്. ഗീത സ്കൂട്ടറിൽ വരുന്ന രംഗമാണ് ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഗീതാ വിജയന് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് ആ ഷോട്ട് പിന്നെ ചിത്രീകരിക്കാനായി മാറ്റിവെച്ചു. അപ്പോഴുമുണ്ട് ഒരു പ്രശ്നം, സുരേഷ് ഗോപി എത്തിയിട്ടില്ല. വിവരമറിയാൻ തിരുവനന്തപുരത്ത് സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് വിളിച്ചു. സുരേഷ് കൊച്ചിയിലുണ്ടെന്നായിരുന്നു വീട്ടിൽ നിന്നുള്ള മറുപടി. എന്നാൽ നഗരം മൊത്തം അരിച്ചു പെറുക്കിയെങ്കിലും സുരേഷ് ഗോപിയെ കാണാനില്ല. പുള്ളിക്കാരൻ മുങ്ങിയതാണോ? അന്വേഷണം വ്യാപകമായി. ഒടുവിൽ അറിഞ്ഞു തോപ്പുംപടിയിലുള്ള ഒരു ഹോട്ടലിൽ സുരേഷ് ഗോപി ഹൗസ് അറസ്റ്റിലാണെന്ന്. ഒരു സിനിമയിൽ അഭിനയിക്കാൻ എത്തിയതായിരുന്നു സുരേഷ് ഗോപി. തുടങ്ങിയ അന്നു മുതൽ ഓരോ പ്രശ്നങ്ങൾ. പ്രധാനമായും സാമ്പത്തിക പരാധീനതയായിരുന്നു പ്രശ്നം. ഇതിനിടയിൽ അതിൻ്റെ നിർമ്മാതാവും സംവിധായകനും മുങ്ങി. ഒടുവിൽ സുരേഷ് ഗോപി മാത്രമായി ഹോട്ടലിൽ. ഹോട്ടലുടമ സുരേഷ് ഗോപിയെ മുറിയിലിട്ട് പൂട്ടി. ഈ വിവരം എങ്ങനെയോ സിദ്ദിഖ് അറിഞ്ഞു. ഉടനെ തന്നെ സിദ്ദിഖ് ലാലുമാർ ഹോട്ടലിൽ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടു. തൻ്റെ അവസ്ഥ സുരേഷ് ഗോപി അവരെ അറിയിച്ചു. ഉടൻ തന്നെ സിദ്ദിഖും ലാലും എന്തൊക്കെയോ രഹസ്യ നീക്കങ്ങൾ പ്ലാൻ ചെയ്തു. ആ രാത്രി തന്നെ സുരേഷ് ഗോപിയെ ഹോട്ടലിൽ നിന്നും അവർ പുറത്തെത്തിച്ചു. പിറ്റേന്ന് സുരേഷ് ഗോപിയുടെ ബില്ലുകൾ മാത്രം ക്ലിയർ ചെയ്തു. ഷൂട്ടിംഗ് ആരംഭിച്ചു. സീക്കിങ്ങിൻ്റെ സമീപ പ്രദേശങ്ങളിൽ വച്ചായിരുന്നു ചിത്രീകരണം. ഇതിനിടയിൽ കൊച്ചിയിൽ 35 ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ബാക്കി ഭാഗങ്ങൾ ബോംബെയിൽ വച്ച് ചിത്രീകരിച്ചു. റസബാവയുടെ വില്ലൻ സംവിധായകർ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായി. മുൻപധികം ചിത്രങ്ങളിലൊന്നും അഭിനയിക്കാത്തതുകൊണ്ട് തങ്ങളുടേതായ ശൈലിയിൽ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുവരുവാൻ എളുപ്പമായിരുന്നു. അതുപോലെ സുരേഷ് ഗോപി ചെയ്ത സഹായവും മറക്കാനാവില്ല. സായികുമാറിൻ്റെ കാലിന് ബോംബെയിൽ വെച്ച് ഒരു ഉളുക്ക് പറ്റി. ബോംബെയിലുള്ളത് വളരെ പ്രധാനപ്പെട്ട സീനായിരുന്നു. മറ്റാരും ചെയ്യാത്ത സഹായമാണ് സുരേഷ് ഗോപി ചെയ്തത്. അതായത് സായികുമാർ ഓടുന്ന ചില രംഗങ്ങളുണ്ട്. ഈ രംഗങ്ങളിലൊക്കെ സുരേഷ് ഗോപിയാണ് ഒടുവിൽ ഓടിയത്. സായികുമാറിന് അവിടെ വെച്ച് ചെയ്യാനായ ഏക കാര്യം ശവമായി കടപ്പുറത്ത് കിടക്കുക എന്നതായിരുന്നു. ചിത്രത്തിൻ്റെ ലാബ് വർക്കുകൾ നടന്നത് മദ്രാസിലായിരുന്നു. ഗൗരി ശങ്കർ ആയിരുന്നു എഡിറ്റർ. ലാബ് വർക്കുകൾ പൂർത്തിയാക്കി സിനിമ സെൻസറിങ്ങിലെത്തിയപ്പോൾ കോലാഹലമായി. ആ സമയത്ത് സെൻസറിങ് വളരെ കർശനമാക്കിയിരുന്നു. ഇൻ ഹരിഹർ നഗറിലെ അവസാന രംഗം കണ്ടാണ് സെൻസർ ഓഫീസർ ഞെട്ടിയത്. ക്ലൈമാക്സിൽ ജോൺ ഹോനായി കുക്കിംഗ് ഗ്യാസിനു തീ പിടിച്ച് കത്തി ചാമ്പലാകുന്ന രംഗമുണ്ടല്ലോ. ഇത് കണ്ട സെൻസർ ബോർഡ് പറഞ്ഞത് ഈ സിനിമ റിലീസ് ചെയ്യാൻ പാടില്ലെന്നാണ്. ഈ രംഗം കട്ട് ചെയ്തിട്ട് ഈ സിനിമ റിലീസ് ചെയ്യുന്നതിലും നല്ലത് റിലീസ് ചെയ്യാതിരിക്കുന്നതാണെന്ന് സിദ്ദിഖ് ലാലുമാർ പറഞ്ഞു. സെൻസർ ഓഫീസർ ഈ വാദം അംഗീകരിച്ചില്ല. ഇത്ര ക്രൂരമായി ഒരാൾ കൊല്ലപ്പെടുന്നത് കാണിച്ചാൽ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാകുമെന്ന് വരെ സെൻസർ ഓഫീസർ പറഞ്ഞു. ഒടുവിൽ ഈ സീനിൻ്റെ പ്രസക്തിയെപ്പറ്റി വിശദമായി സെൻസർ ബോർഡിനെ പറഞ്ഞ് മനസ്സിലാക്കി. ഒരുപാട് തർക്കിച്ച ശേഷം അല്പമെങ്കിലും കോംപ്രമൈസിന് ബോർഡ് തയ്യാറായി. എങ്കിലും കുറേ നല്ല ഷോട്ടുകൾ നഷ്ടമായി. റിവൈസിംഗ് കമ്മിറ്റി എന്ന കുടുക്കിൽ നിന്നും ഊരാനാണ് സംവിധായകർ കുറേ ഷോട്ടുകൾ മുറിച്ചു മാറ്റിയത്. 1991 നവംബറിൽ ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുൻപ് ഒരു പ്രിവ്യൂ മദ്രാസിൽ നടന്നു. എന്നാൽ അത് കാണാനെത്തിയവരുടെ അഭിപ്രായങ്ങളൊന്നും തന്നെ സിദ്ദിഖ് ലാലുമാർ ശ്രദ്ധിച്ചില്ല. കാരണം റാംജി റാവുവിൻ്റെ പ്രിവ്യൂ കാണാൻ എത്തിയവർ ആ ചിത്രത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഒരാഴ്ച തികച്ചും ഓടില്ല എന്നാണ്. എറണാകുളത്ത് സവിത തിയേറ്ററിലാണ് ഇൻ ഹരിഹർ നഗർ റിലീസ് ചെയ്തത്. ആദ്യ ദിവസം തന്നെ റിപ്പോർട്ട് സ്വാഗതാർഹമായിരുന്നു. പ്രേക്ഷകർ ചിത്രത്തെ ഹർഷാരവത്തോടെ സ്വീകരിച്ചുവെന്ന് കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളിൽ നിന്നും സിദ്ദിഖ് ലാൽ അറിഞ്ഞു. എന്നാൽ റിലീസിലും പ്രശ്നങ്ങൾ ഒടുങ്ങിയില്ല. ഈ ചിത്രത്തെ വിമർശിക്കവേ ഒരു നിരൂപകൻ ചോദിച്ചു, ഇങ്ങനെയൊരു കഥ എവിടെ നടക്കും? അത് കഴിഞ്ഞുണ്ടായ സംഭവം ഗൾഫ് യുദ്ധമായിരുന്നു. ആയിരക്കണക്കിന് മലയാളികൾ കേരളത്തിലേക്ക് മടങ്ങിയതും കേരളം ശോകമൂകമായതും ഹരിഹർ നഗറിൻ്റെ കളക്ഷനെ ബാധിക്കുമെന്ന് നിർമ്മാതാക്കൾക്ക് തോന്നി. എന്നാൽ സമർത്ഥമായ പരസ്യ പ്രയോഗങ്ങളിലൂടെ പ്രേക്ഷകരെ കൂടുതൽ ആകർഷിക്കുകയാണുണ്ടായത്. അതിലൊരു പരസ്യം ഇങ്ങനെയായിരുന്നു: ചിരിക്കാത്തതാണ് ലോകത്തിൻ്റെ ശാപം. ഷേഖ് ജബ്ബാറിനെ കണ്ട് സദാം ചിരിക്കട്ടെ, സദാമിനെ കണ്ട് ബുഷ് ചിരിക്കട്ടെ,
അങ്ങനെ ചിരിയിലൂടെ ലോകം സമാധാനത്തിലേക്ക് നീങ്ങട്ടെ. കേരളത്തിൽ ഒരു പ്രത്യേക ട്രെൻഡ് ഈ ചിത്രം സൃഷ്ടിച്ചു. രണ്ടാം നിരക്കാരെ കൊണ്ടും ഒരു ചിത്രം ഐതിഹാസികമായി വിജയം കൈവരിക്കാമെന്ന് ഇൻ ഹരിഹർ നഗർ തെളിയിച്ചു. സിനിമയുടെ പ്രശസ്തിയെ തുടർന്ന് പല ഭാഷകളിലും റീമേക്കുകൾ ഉണ്ടായി. ഈ ചിത്രം തമിഴിൽ MGR നഗരിൽ എന്ന പേരിലും, തെലുങ്കിൽ മധുര നഗരിലോ എന്ന പേരിലും, കന്നഡയിൽ നഗരതല്ലി നായകാരു എന്ന പേരിലും റീമേക്ക് ചെയ്യപ്പെട്ടു. ഹിന്ദിയിൽ 2 പ്രാവശ്യമാണ് ഈ സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടത്. 1992 പർദ ഹെ പർദ എന്ന പേരിലും 2007 ധോൽ എന്ന പേരിലും ഇത് റീമേക്ക് ചെയ്യപ്പെട്ടു. ഇതിൽ ധോൽ സംവിധാനം ചെയ്തത് മലയാളിയായ പ്രിയദർശനായിരുന്നു. ഒറിജിനൽ ചിത്രം റിലീസ് ചെയ്ത് 19 വർഷങ്ങൾക്ക് ശേഷം ഇൻ ഹരിഹർ നഗറിന് 2 ഹരിഹർ നഗർ എന്നൊരു 2ാം ഭാഗമുണ്ടായി. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ ലാൽ ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. 2009 ഏപ്രിൽ 1-നാണ് ഇത് തിയേറ്ററുകളിൽ എത്തിയത്. ഇതിൻ്റെ വിജയത്തെ തുടർന്ന് ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ എന്ന പേരിൽ മറ്റൊരു ചിത്രം കൂടി 2010 മാർച്ച് 25-ന് പുറത്തിറങ്ങി. ഈ സിനിമയും ഒരു ഹിറ്റ് തന്നെയായിരുന്നു. ഹിറ്റ് സിനിമകളുടെ ചരിത്രം പറയുന്ന വേറൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.